എന്തായി പാപ്പ? നോക്കാൻ ഇനിയൊരു സ്ഥലം ബാക്കിയില്ല. ബീനയുടെ കോളേജ് ഹോസ്റ്റലിൽ ചിലപ്പോ അവിടെ താമസിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവൾക്ക്. അവിടെയൊക്കെ ഒരുപാട് അന്വേഷിച്ചു. ഇന്നലെ രാത്രി അവരൊക്കെ അവളെ അവസാനമായി കണ്ടത്. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക പാപ്പ? നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? എനിക്കറിയില്ല. Marvelous. This is God's own country. Mom, yes? could you just pass me that bottle of water? Sure. Thank you. അല്ല ഡ്രൈവറെ, ഇവിടെയൊക്കെ ഇപ്പൊ നല്ല മഴയുണ്ടോ? 2-3 ദിവസമായിട്ട് കുറച്ച് കുറവുണ്ട്. അതിനു മുമ്പ് എന്തായിരുന്നു? Yeah, thanks. ഇവിടെ ഇപ്പൊ ഏതാ നല്ല മലയാളം മൂവി? ഓ, ഒക്കെ കണക്ക് തന്നെ. മനുഷ്യനെ നശിപ്പിക്കുന്ന സിനിമകളാ മുഴുവനും. എങ്ങനെ ഒരുത്തനെ ചതിക്കാം, വെട്ടിപ്പിടിക്കാം. എന്താ ശരിയല്ലേ? നമുക്കിന്നൊരു സെക്കൻഡ് ഷോയ്ക്ക് പോയാലോ മോളെ? Are you crazy, Mom? എനിക്ക് എവിടെയെങ്കിലും ചെന്നൊന്ന് കിടന്നാ മതി. Excuse me. ഇനി എത്ര ദൂരമുണ്ട് ഹോട്ടലിലേക്ക്? ഒരു ഇച്ചിരി പൂരം പോയാ മതി. What did he mean? Nearby. We'll be there soon. Okay. നീ എപ്പോഴാ മോളെ എണീറ്റത്? Just now. Nice place. ഇവിടുത്തെ ബെസ്റ്റ് വ്യൂ ഇവിടെ നിന്നാലാണ് കിട്ടുക. കുറച്ച് ഔട്ട്സ്കേർട്സ് ആണെന്നേ ഉള്ളൂ. ആ മോളെ, ഞാൻ റോയെ വിളിച്ചിരുന്നു. പിന്നെ നാളെ രാവിലെ റോയ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. What time? സമയമൊന്നും പറഞ്ഞില്ല. അല്ല, നമുക്ക് ഏതായാലും നാളെ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ. Can I call him, Mom? ഇന്നിപ്പോൾ വേണോ മോളെ? ഏതായാലും നാളെ റോയ് ഇങ്ങോട്ട് വരികയല്ലേ. മാത്രമല്ല, ഇപ്പം നമ്മൾ എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് നീ റോയെ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അതിലൊരല്പം മാനേഴ്സ് ഇല്ലായ്മ ഫീൽ ചെയ്യും. വെറുതെ റോയുടെ വീട്ടുകാർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണ്ട മോളെ. Okay, Mom. As you wish. ന്യൂയോർക്കിൽ വെച്ച് അവരുമായുള്ള മീറ്റിംഗ് നടന്നില്ല പ്രീതി. Why? എനിക്ക് ഉടനെ തന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോരേണ്ടി വന്നു. ഐ കെയിം ബാക്ക് യെസ്റ്റർഡേ. But Jose, പ്ലീസ്, ബിസിനസ് സംസാരിക്കാനുള്ള മൂഡയില്ല എനിക്ക്. വീട്ടിലെ അറ്റ്മോസ്ഫിയറിൽ നിന്നൊരു റിലീഫിന് വേണ്ടിയാ ഇങ്ങോട്ട് വന്നത് തന്നെ. വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സോറി ജോസ്. പ്രീതി,
യെസ് ജോസ്. ബീന മിസ്സിംഗ് ആണ് മിനിഞ്ഞാന്ന് രാത്രി മുതൽ. വാട്ട്? വീട്ടിൽ വെച്ചൊരു വഴക്കുണ്ടായി. ദേഷ്യപ്പെട്ട് അവൾ ഇറങ്ങിപ്പോയി. അന്വേഷിക്കേണ്ടിടത്തൊക്കെ അന്വേഷിച്ചു. അവൾ എവിടെയും ചെന്നിട്ടില്ല. ഗോഡ്, ഡിഡ് യു ഇൻഫോം ദ പോലീസ്? ഇന്ന് രാവിലെ അവിടുന്ന് വരുന്ന വഴിയാണ് ഞാൻ. അവളില്ലെങ്കിൽ പിന്നെ ഈ ബിസിനസ്സും 3 വർഷത്തെ കോൺട്രാക്റ്റും ഒക്കെ എന്തിനാ പ്രീതി? അവൾക്കൊന്നും വരില്ല ജോസ്. ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ ബീന. നിങ്ങൾക്കൊന്നും അറിയാത്ത എത്രയോ കോണ്ടാക്ട്സ് ഉണ്ടാവും അവൾക്കിവിടെ. എനിക്കറിയാത്ത കോണ്ടാക്ട്സ് ഉണ്ടാവും. അവളുടെ പ്രായം ഇതല്ലേ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്ക് അവളെക്കുറിച്ച് അറിയാത്ത രഹസ്യങ്ങളില്ല എന്നതൊക്കെ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ. എത്രയോ കഥകൾ നമ്മൾ ദിവസം കേൾക്കുന്നു. അപകടമൊന്നും പറ്റാതെ എവിടെയെങ്കിലും ഉണ്ടായാ മതി. അവൾ വേറെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പോലീസ് അവരെന്താ പറഞ്ഞത്? അവർക്ക് ബീനയുടെ ഫോട്ടോസും വേറെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ വേണം. They said they will try. Keep faith. ആരില്? ദൈവത്തിലോ പോലീസിലോ? നമ്മുടെ നാട്ടിലെ പോലീസുകാരെ പോലെ അല്ലല്ലോ ഇവിടെ. ഇവർക്ക് ഇവരുടേതായ ഒരു വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഉണ്ട്. നമുക്ക് നമ്മുടേതായ വഴിക്കും അന്വേഷിക്കാം. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. അടുത്തയാഴ്ച കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു അവള്. അതൊന്നും ആലോചിക്കണ്ട. ആവശ്യം വന്നാ ഒരു സെമസ്റ്റർ ബ്രേക്ക് എടുത്ത് അടുത്ത സെമസ്റ്ററിന് അവിടെ ജോയിൻ ചെയ്താ പോരെ. അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടല്ലോ ഇവിടെ. ആന്റി, ഫോൺ. എനിക്ക് ഫോണും കീണും ഒന്നും വേണ്ട. എന്റെ മോള് തിരിച്ചു വരാതെ എനിക്കിനി ഒന്നും വേണ്ട. പോലീസ് വീണ്ടും വിളിച്ചിരിക്കുന്നു. അവർക്ക് ബീനെക്കുറിച്ച് എന്തൊക്കെയോ വിവരങ്ങൾ വേണമെന്ന്. എനിക്കറിയാവുന്ന പോലെയെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ആന്റിയോട് എന്തോ സംസാരിക്കണമെന്ന്. ലൈനിൽ ഹോൾഡ് ചെയ്യുക. ഹലോ, ഐ എം മിസ്സസ് ജോസ്. Mr. Jose is not there? No, he has gone out. What? Yeah. Okay. All right. Can we have a picture of your daughter? A recent one. We have one. I'll send it to your office. You have one more daughter? The one who attended the phone? No. That is my sister-in-law's daughter. We have only one daughter. Okay. We shall call you later. Thank you, sir. അവളെ പോവാൻ ഞാനാ കാരണക്കാരി. ഐ എം റെസ്പോൺസിബിൾ. അവൾക്കൊന്നും വരുത്തല്ലേ എന്റെ കർത്താവേ. ഒന്നും വരുത്താതെ ഇവർക്ക് അവളെ തിരിച്ചു കൊടുക്കാൻ ദയവുണ്ടാവണേ. Oh no. No, no, no. It has been just 2 days now. I have nothing else to do but. It's okay. Bye. വേറെ 1-2 പ്രൈവറ്റ് ഏജൻസിനെ കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരാണത്ര ഇപ്പോൾ കൂടുതൽ എഫിഷ്യൻറ്റ്. അവർക്ക് ബീനയുടെ കുറച്ച് സ്നാപ്സ് വേണം. നാളെ രാവിലെ അവരിവിടെ വരും. ജോസ് വല്ലതും കഴിച്ചോ? വാ, വല്ലതും കഴിക്കാം. അവളിങ്ങ് വന്നോളന്നേ. എനിക്ക് വിശപ്പില്ല ആൻസി. വിൽ യു പ്ലീസ് മേക്ക് മീ എ ഡ്രിങ്ക്? താങ്ക്സ്. പോലീസ് അന്വേഷിച്ചിട്ട് അവർ അപ് ടു ഡേറ്റ് ഒന്നും തന്നില്ലല്ലോ. അവരന്വേഷിക്കുന്നുണ്ട്. അവർക്കൊരു 100 കൂട്ടം ഫോർമാലിറ്റീസ് ഉണ്ട്.
ഫോർമാലിറ്റീസോ? പ്രൈവറ്റ് ഏജൻസിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. എന്ത് ഫോർമാലിറ്റീസാ? ഒരാളെ കണ്ടുപിടിക്കാൻ ഒരു 100 കൂട്ടം ഡീറ്റെയിൽസ് അവർക്ക് വേണ്ടത്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ID പ്രൊഫൈൽ, ജനിച്ച ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ്. അവളുടെ മിസ്സിങ്ങും ഇതൊക്കെ ആയിട്ട് എന്ത് ബന്ധമാണ്? അവരുടെ അടുത്ത് പോയതേ അബദ്ധമായി. ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാൽ പിന്നെ അവർക്കത് സംശയമാവും. അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ കയ്യിലില്ലല്ലോ ജോസ്. ഇതെങ്ങോട്ടേക്കാ ലീഡ് ചെയ്യുന്നേ? അതെ, പോലീസിനും അത് തന്നെ അറിയേണ്ടത്. ഇതുപോലുള്ള മിസ്സിങ്ങിൽ ക്ലോസ് റിലേറ്റീവ്സ് ഇൻവോൾവ് ആകുന്ന ഇൻസിഡൻസ് വളരെ അധികമാണത്രേ. എന്നിട്ട് ഒടുവിൽ എനിക്കവരോട് സത്യം പറയേണ്ടി വന്നു. നമുക്ക് ജനിച്ച മോളല്ല അവളെന്ന്. ജോസ്, ഏയ്, അതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ബീനയ്ക്കതറിയില്ലെന്നും നമ്മുടെ മോളായിട്ട് അവളെ വളർത്തുന്നതെന്നുമൊക്കെ ഞാനവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അവരത് കോൺഫിഡൻഷ്യലാക്കിയേ വെക്കൂ. ദേ ആർ പ്രൊഫഷണൽസ്. സുമിയുടെ കാര്യവും അവരോട് പറഞ്ഞോ? പറയാതിരിക്കാൻ പറ്റില്ല ആൻസി. ഇനി അവര് സംശയിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ജോസ് എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലിയറായിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്കറിയില്ലല്ലോ, അവരന്വേഷിക്കട്ടെ. ഐ എം കൺഫ്യൂസ്ഡ്, ടോട്ടലി ബ്ലാങ്ക്. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നുമില്ല ആൻസി. ഡോണ്ട് വറി ജോസ്. അവള് വെറുതെ പറ്റിക്കുന്നതാവും, വാശി കാണിക്കുന്നതാ. ഷി വിൽ ബി സേഫ്. എന്നെ നേരിട്ട് കണ്ടപ്പോ റോയ്ക്ക് എന്ത് തോന്നി? ഐ മീൻ, വെബ് ക്യാമിൽ നിന്ന് എത്ര ഡിഫറെന്റ് ആണ് ഞാൻ? എനിക്കൊരു വ്യത്യാസം തോന്നുന്നില്ല. താങ്ക്സ്. Are you comfortable? Yes, yes. ഇതിപ്പോ ഞാൻ ഗസ്റ്റ് ആയതുപോലെയാണല്ലോ. റോയ് എന്താ ഒന്നും സംസാരിക്കാത്തെ? എന്ത് സംസാരിക്കാൻ? പിന്നെയും എന്നോടൊന്നും ചോദിക്കാനില്ലേ? How was your flight? That was funny. റോയ്ക്ക് പരിചയമില്ലെങ്കിൽ യൂസ് യുവർ ഹാൻഡ്സ്. It's okay. വേണ്ട. I'm fine. നല്ല മാനേഴ്സ് ഉള്ള കൊച്ചൻ അല്ലേ മോളെ? നീ എന്താ ഒന്നും പറയാത്തത്? എന്തോ റോയിയെ കണ്ടതിന് ശേഷം ഒരു അനീസിനെസ്. എന്താ മോളെ? ഞാൻ മുമ്പ് ഫോണിൽ സംസാരിച്ചതും ചാറ്റ് ചെയ്തതുമൊക്കെ വേറൊരാളോടെന്ന പോലെ തോന്നുന്നു. നേരിട്ട് കണ്ടപ്പോൾ ഹീസ് ടോട്ടലി ഡിഫറെൻറ്റ്. എങ്ങനെ ഡിഫറെൻറ്റ്? അങ്ങനെ ചോദിച്ചാ ഹീസ് ഷൈ ആൻഡ് ഡിസ്റ്റൻറ്റ്. എന്നോട് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഇതാണോ വലിയ കാര്യം? ഒരാളെ ആദ്യം കാണുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ടേക്സ് ടൈം മോളെ. അതിന് ആദ്യമായിട്ടല്ലല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. നേരിട്ട് ആദ്യമായിട്ടല്ലേ മോളൂ? യെസ്. ഒരു ബട്ടുമില്ല. നാളെ പ്രപ്പോസൽ ഫിക്സ് ചെയ്യാൻ റോയുടെ വീട്ടിൽ പോകേണ്ടതാ. Mom, what do I do with this? Just throw it like this. Really? പിന്നല്ലാതെ, അതാണ് നമ്മുടെ കേരളം. ഇവിടെ വന്നാ പിന്നെ ഇവിടുത്തെ കാര്യമാവണം. No wonder this place is not clean. Mama, നേരിട്ട് കണ്ട റോയ് കുറച്ചുകൂടി ഓൾഡർ ആണല്ലേ മാമ? ഒന്നുമില്ല മോളെ, നിനക്ക് പ്രായം എത്രയായിരുന്ന വിചാരം? ഹീ ഈസ് ഫൈൻ ഫോർ യു മോളെ, ജസ്റ്റ് ഫൈൻ. യു വിൽ മേക്ക് എ ഗുഡ് മാച്ച്.
Yes. I'm sorry. To hell with you. All the invitations are out. Everything is prepared. Hell! You can vent everything out. I'll listen. I know, I did you wrong. Words can't explain how sorry I am. What about the dreams we shared? The future we planned? Everything is shattered. I don't have an answer to give you. The only thing I can ask of you is to be my friend. If at all that's possible. A friend? A friend is what you want me to be? I'd rather have you in my life as a friend, Kevin, than nothing else. Goodbye, Kevin. What have I done, Sophie, to make such a decision? I'm sorry, Kevin. Beena? Hey, you look so terrible. What happened? എന്താ പറ്റി? വാ, come in. എവിടുന്നാ നീ വരുന്നത്? വല്ല ആക്സിഡന്റ് പറ്റിയോ? ടെൽ മീ ബീന. ഞാൻ ഇന്ന് വാങ്ങിച്ച കാറാ. ഡാഡി പണ്ട് പ്രോമിസ് ചെയ്ത് പറ്റിച്ച പോലെ അല്ല. എന്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങുമ്പോ ഇറ്റ് ഫീൽസ് ഗ്രേറ്റ്. റോളക്സ് ബാറോ? യു മീൻ എ ബാർ? അവിടെ നീ എന്ത് ജോലി ചെയ്തിരുന്നു? I'm a waitress there. വെയിട്രസ്? അത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക്? നിങ്ങൾ ആരാ? Who the hell do you think you are? വേണ്ട മോളെ. Leave me, mom. കുറെ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. We were so happy here. എല്ലാം നശിപ്പിച്ച നിങ്ങൾ വന്നിട്ടാ. You spoiled the whole piece here. I'm not your mom. Don't call me that. മോളെ പോവരുത്. ബീന. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ നീ എവിടെയായിരുന്നു? വെറുതെ എങ്ങോട്ടേക്കോ ഡ്രൈവ് ചെയ്തു. ജസ്റ്റ് ഡ്രൈവിംഗ്. വൺ നൈറ്റ് ഹോട്ടലിൽ റൂം എടുത്തു. I never expected this from you. I informed Jose uncle. അവരൊക്കെ അവിടെ പേടിച്ചിരിക്കുകയായിരിക്കും. No. If you call him, I'll leave. പിന്നെ ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കത്തില്ല. Come on, Beena. നമ്മളിപ്പോ കുട്ടികളല്ല. Be serious. I'm serious. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. If you inform him, I'll leave. Just leave. That's it. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? Nothing. Okay. ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ഇവിടെ ഷെൽട്ടർ വേണം. For one night. നാളെയോ? I'll leave. എങ്ങോട്ട്? That's not your business. I need to use your restroom. Sure. Right there. You can sleep here. Thanks. സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. ഓക്കെ? ഗുഡ് നൈറ്റ്. Good night. ആരായി നേരത്ത്?
ഹലോ വിജയാണെങ്കിൽ ആ എന്താ വിജയ് ഈ നേരത്ത്? ബീന ഇപ്പൊ എന്റെ ഫ്ലാറ്റിലുണ്ട്. വാട്ട്? എപ്പോ? നമ്മുടെ മോളോ? എപ്പോ വന്നോള്? എന്താ? നമ്മുടെ മോള്. ഷീസ് ഫൈൻ. ഇനി തന്നെ ഞാനൊന്ന് സംസാരിക്കട്ടെ. അവളല്ല, വിജയാണ്. ബീന അവന്റെ ഫ്ലാറ്റിലുണ്ട്. മോളെ. വിജയ്, ഞങ്ങളിതാ അങ്ങോട്ട് വരുന്നു. നോ അങ്കിൾ, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഇതിപ്പോ അവൾ അറിയാതെ ഞാൻ വിളിക്കുന്നത്. ഷീസ് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. നിങ്ങൾ ആരെയും കാണണ്ട, ഇൻഫോം പോലും ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവളിപ്പോ എവിടെയാ? ഷീ സ്ലീപ്പിംഗ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ അവളുടെ വാശി കൂടും. ഞാൻ ഈ വിവരം അങ്കിളിനെ ഇൻഫോം ചെയ്ത കാര്യം അറിഞ്ഞാൽ പോലും ഷീ മൈ ലീവ് ഫ്രം ഹിയർ. അങ്ങനെ അവള് പറഞ്ഞു. ഓക്കെ, വി ഹാവ് ടു ടാക്കിൾ ദിസ് പേഷ്യൻ്റ്ലി. നാളെ രാവിലെ അവൾ ഉണർന്നു കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അതല്ലെങ്കിൽ നല്ലത്. അതുവരെ നിങ്ങളാരും ഇത് അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. ഷീ സേഫ് ഹിയർ. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. താങ്ക്സ്. സച്ച് എ ഹ്യൂജ് റിലീഫ്. ഞാൻ നാളെ വിളിക്കാം. ഇങ്ങോട്ട് വിളിക്കണ്ട. ഐ വിൽ കോൾ യു. ബൈ. ഓക്കെ, താങ്ക് യു വിജയ്. ബൈ. എനിക്കിപ്പോ അവളെ കാണണം. ഞാൻ പറഞ്ഞില്ലേ, വിജയ വിളിച്ചത്. അവൾ വിജയന്റെ ഫ്ലാറ്റിലുണ്ട്. ഷീ സേഫ് ദേർ. എന്നിട്ട് എന്താ ജോസ് ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്? ഗെറ്റ് റെഡി, ലെറ്റ്സ് ഗോ നൗ. കൂൾ ആൻസി. അവളെ ഇനി പിണക്കണ്ട. അവളുടെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല. അവൾ അറിയാതെ വിജയ എന്നെ വിളിച്ചത്. ജോസ് എന്താ ഈ പറയുന്നേ? ലിസൺ ആൻസി, അവൾ ഇങ്ങ് വരും. അവളായിട്ട് വരട്ടെ. ഇനിയും നിർബന്ധിച്ച അവള് വേറെ അങ്ങോട്ടെങ്കിലും പോയി കളയും. യെസ്, അങ്ങനെ അവള് പറഞ്ഞത്രേ. അതിലും ഭേദം ലെറ്റ് us വെയിറ്റ് പ്ലീസ്. ഓ, എന്തൊക്കെ പേടിച്ചു, എവിടം വരെ ചിന്തിച്ചു കൂട്ടി. ഓ, പക്ഷേ ഒന്നുമില്ല ആൻസി, ഒന്നുമില്ല. സുഖമായിട്ട് അവളെ ഉറങ്ങട്ടെ. ലെറ്റ് her sleep well. നാളെ രാവിലെ സമാധാനമായിട്ട് വിജയ് അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളും. അതാ നല്ലത്. അവനാവുമ്പോ കുറച്ചുകൂടി അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവളുടെ വാശി മാറുമ്പോ വിജയ് തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. ഇനി അതല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. ആരെ കൊണ്ടുവേണമെങ്കിലും സോറി പറയിപ്പിക്കാം. ഐ ഡു വാണ്ട് ടു സീ ഹർ ബാക്ക്. ഇനി നമുക്ക് പോലീസിനെ വിവരം അറിയിക്കണ്ടേ? യെസ്, നാളെ രാവിലെ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് അവരെ വിളിച്ച് പറയാം. അല്ലെങ്കിൽ വേണ്ട, അവൾ ഇവിടെ വന്നിട്ട് പറയാം. അല്ലെങ്കിൽ വേണ്ട, അവൾ അവിടെ വിജയന്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ അവരവിടെ ചെന്ന് വേണ്ട. അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. പക്ഷേ പറഞ്ഞില്ലെങ്കിൽ അതും ഒരു പ്രോബ്ലമാണ് ആൻസി. എന്താ വേണ്ടത് നാളെ രാവിലെ തീരുമാനിക്കാം. പോലീസിന് ഒരു രഹസ്യവും പുറത്തു പോവില്ല. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. നമ്മൾ അവരോട് നമ്മളുടെ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം. നത്തിങ് മോർ ദാൻ ദാറ്റ്. ജോസ്, എനിക്ക് എന്റെ മോളെ കാണാൻ കൊതിയായി. ഐ നോ. നീ കിടക്ക്. എത്ര ദിവസത്തെ ഉറക്കാ ബാക്കിയുള്ളത്? നന്നായിട്ടൊന്ന് ഉറങ്ങ.